ഹായ് സുഹൃത്തുക്കളെ, ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ്. ഇതൊരു റിനോവേഷൻ വർക്ക് ചെയ്ത വീടാണ്. ഈ വീടിൻ്റെ മുറ്റത്ത് കല്ലുകൾ പാകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇനിയും ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതേപോലെ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് സാഹചര്യം ഒത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീടിൻ്റെ ഫുൾ വർക്ക് തീർന്ന ശേഷം നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ചാനലിൽ തന്നെ. ഇപ്പോൾ വീടിൻ്റെ കഴിഞ്ഞിടത്തോളം വർക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ വീടിന് കല്ലിലാണ് 2 പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ടൈലിലാണ് ബാക്കി 2 പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലാക്കും വൈറ്റും കളർ ടൈലുകളാണ് പടികൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് കളർ. ചെറുതും വളരെ മനോഹരവുമായ ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലും സീലിംഗ് വർക്കും ഫാനും ലൈറ്റും ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതേപോലെ സിറ്റ് ഔട്ടിലെ തൂണ് ചതുരത്തിലാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ 2 വാതിൽ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. 2 വശത്തേക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് വാതിൽ ചെയ്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ പിടിയും വാതിലിന് നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വാതിൽ തുറന്ന് മുറിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് ഷോക്കേസിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം ലളിതവും സുന്ദരവുമാണ്. നമ്മളിപ്പോൾ കാണുന്ന കസേരകൾ തേക്കിൽ നിർമ്മിച്ചവയാണ്. അതേപോലെ അതിന് മാച്ചിങ് ആയിട്ടുള്ള തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ മൊത്തത്തിലുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത്. മുകൾ ഭാഗത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫാനും മറ്റാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. വൈറ്റ് കളർ ടൈലാണ് ഹാളിൽ നൽകിയിരിക്കുന്നത്. ഹാളിൽ തന്നെ ഇടത്ത് സൈഡിലായാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. വളരെ ലളിതമായ മുറിയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഫാനും ലൈറ്റും മറ്റ് ചെറിയ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. വർക്ക് കഴിയാത്തതുകൊണ്ടായിരിക്കും. ആ മുറിക്ക് ശേഷം വലത് സൈഡിലായി അടുത്തൊരു ബെഡ്റൂമുണ്ട്. ഈ വീട്ടിലെ ജനലുകളെല്ലാം നല്ലതായി പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മുറിയിൽ ഫാനും ലൈറ്റും ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഈ മുറിക്ക് ഒരു ബാത്റൂം ഉണ്ട്. ഹാളിൽ തന്നെ ലിവിംഗ് ഏരിയയുടെ തൊട്ടപ്പുറത്തായാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായി തന്നെ TV യൂണിറ്റിനുള്ള ഭാഗവും ക്രമീകരിച്ചിരിക്കുന്നു. വാഷ് ബേസിൻ്റെ ടാപ്പും
ഗ്ലാസും മറ്റു കാര്യങ്ങളും ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഹാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതാണ് ഹാളിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് അടുക്കള സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന് 2 അടുക്കളയാണ് ഉള്ളത്. ഇതാണ് ഗ്യാസ് അടുക്കള. കബോർഡ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കിയ അടുക്കളയാണ് ഈ വീട്ടിലുള്ളത്. തറയിൽ തടിയുടെ കളർ ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഫാനും ലൈറ്റും സീലിംഗ് വർക്കും ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു ഈ അടുക്കള. കബോർഡ് വർക്കുകളും ധാരാളം ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയിൽ. ഇത് പുറത്തേക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള വാതിലാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ മറ്റൊരു അടുക്കള. ഈ അടുക്കളയിലും വെട്ടത്തിനായി വെന്റിലേഷനുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതാണ് മറ്റൊരു മുറി താഴെ ഉള്ളത്. ഈ മുറിയിൽ ഒരു തേക്കിൻ്റെ കട്ടിലാണ് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ റൂമിൻ്റെ മുകൾ ഭാഗത്ത് സീലിംഗ് വർക്ക്, ഫാനും LED ലൈറ്റ്സുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ മുറിയിൽ നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ജനലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മുറിയിലും വളരെ വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം സജ്ജീകരിച്ചിരിക്കുന്നു. സേറയുടെ പ്രോഡക്റ്റ്സ് ആണ് ഈ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് കളറിലുള്ള ടൈലുകളാണ് ബാത്റൂമിന് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന് നൽകിയിരിക്കുന്നതും ഗ്രേയും വൈറ്റ് കളർ ടൈലുകളാണ്. സ്റ്റീലിലാണ് സ്റ്റെയർ കമ്പികൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സൈഡിൽ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു സ്റ്റെയർ റൂം. സ്റ്റെയർ കയറി ചെല്ലുന്നിടത്തും പ്രകാശം ധാരാളം കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്റ്റെയർ റൂമിന് മേൽഭാഗത്തും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മുകളിലെ നിലയിലും നല്ല വലിപ്പത്തിലുള്ള ജനലുകളാണ് നൽകിയിരിക്കുന്നത്. പുറത്തെ കാഴ്ചകളും അതേപോലെ തന്നെ മുറിക്കകത്തേക്ക് ധാരാളം പ്രകാശം വരുന്ന രീതിയിലാണ് ജനലുകൾ ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയിൽ വലിയൊരു ഹാളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹാളിന് ചുറ്റും നല്ല രീതിയിൽ പ്രകാശം വരുന്ന രീതിയിൽ തന്നെ ജനലുകൾ പലതും ക്രമീകരിച്ചിരിക്കുന്നു. ആ ഹാളിന് നല്ല രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ LED ലൈറ്റ്സുകളൊക്കെ വെച്ച്
വളരെയധികം മികച്ചതായിരിക്കും. മുകളിലെ നിലയിൽ ഒരു മുറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂമാണുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ വാതിലും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സിമ്പിളായുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഡോറിന് തേക്കിൽ നിർമ്മിച്ച ഒരു കട്ടിലാണ് ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മുറിയിലും ധാരാളം വായുസഞ്ചാരവും ലൈറ്റും കിട്ടുന്ന രീതിയിലാണ് ജനലുകൾ നൽകിയിരിക്കുന്നത്. ഈ റൂമിന് മുകളിലായി നല്ലൊരു മനോഹരമായ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും ആംബിയൻസ് ലൈറ്റുകളും ഫാനും മറ്റ് ലൈറ്റുകളും എല്ലാം കൊടുത്ത് മുറി മനോഹരമാക്കി എടുത്തിരിക്കുന്നു റൂം. ഈ മുറിയിൽ നിന്നാലും നല്ല രീതിയിൽ പുറത്തെ കാഴ്ചകൾ കാണാനും എല്ലാം കഴിയുന്നതാണ്. ആ രീതിക്കാണ് ജനൽ ചെയ്തിരിക്കുന്നത്. ഈ മുറിയിലും ആവശ്യത്തിന് കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട്. തറയിൽ നൽകിയിരിക്കുന്നതും ലൈറ്റ് ഗ്രേ കളർ ടൈലുകളാണ്. ഈ മുറിയിലും ഒരു ബാത്റൂം സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അതിമനോഹരമായ ബാത്റൂമാണ് ഈ മുറിയിൽ നൽകിയിരിക്കുന്നത്. ഈ വീടിന് മൊത്തത്തിൽ ലൈറ്റ് കളറാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാത്റൂമിൽ ലൈറ്റ് കളറിലുള്ള ടൈൽസാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ ബാത്റൂമുകളെ പോലെ തന്നെ സേറയുടെ ഫിറ്റിംഗ്സാണ് ഈ ബാത്റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ വെട്ടം കിട്ടാനായി വെന്റിലേഷനുകൾ നൽകിയിരിക്കുന്നു. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഹാളിലേക്കാണ് വരുന്നത്. ഈ ഹാളിൽ തന്നെ ഹോം തിയേറ്ററോ മറ്റ് ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹാൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ നിലയുടെ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ഈ ഡോറും ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. വളരെ മനോഹരമായ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് കതകുകൾക്ക്. ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും എല്ലാം നന്നായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ബാൽക്കണി. ബാൽക്കണിക്ക് മുകളിലും സീലിംഗ് വർക്കും ഫാനും ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബാൽക്കണിയിൽ ഇരുന്നതിന് വീടിന് പുറത്തുള്ള കാഴ്ചകളെല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നു. അടുത്തതായി ഈ വീടിന് കുറച്ച് പണികൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞതിനകത്തുള്ളതാണ് ഫ്രണ്ടിലെ കൂരയ്ക്ക് ഓട് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തൂണുകൾക്ക് താഴെ കണ്ട അതേ ഡിസൈനിലുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. കൈവരിയിൽ ഗ്ലാസ് ഇട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ കാണുന്നതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്, കാർ ഷെഡാണത്.
കാറ്റടിച്ച് തുറന്നെയാണ് ഡോർ ഇപ്പോൾ. അത് ഓട്ടോമാറ്റിക് സിസ്റ്റമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണനെയും കണ്ട് നമ്മൾ പെര കൂട്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ കാഴ്ച വന്നത്. അപ്പം ഈ വീടിൻ്റെ പൂർണ്ണമായി വർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗാർഡനും ആർട്ടിഫിഷ്യൽ പുല്ല് പിടിപ്പിക്കുന്നതും അകത്തുള്ള ചെറിയ ചെറിയ ഫിറ്റിങ്സും അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇതിൽ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ് ആയ ശേഷം